ഗൈസ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് എഴുതിയിട്ടും അങ്ങോട്ട് നടക്കണില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നിയൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയണേക്ക് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വണ്ടിയെ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം, എങ്കിലേ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് സ്ട്രേഞ്ചസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ അടുത്തടുത്ത വീഡിയോസുകളായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കിടക്കുന്ന സ്വിഫ്റ്റ് ഇതെൻ്റെതാണ്. ഇത് ഞാൻ 2019 പുത്തനെടുത്ത എൻ്റെ സ്വിഫ്റ്റാണ് ഈ കിടക്കുന്നത്. ഗൈസ്, ഈ വണ്ടിയുടെ തുടക്കത്തെ സീനിൽ തന്നെ നിങ്ങൾ എത്ര പേര് നോട്ടീസ് ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ വണ്ടിയെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു 2019 മോഡൽ സ്വിഫ്റ്റാണ് ഈ കിടക്കുന്നത്. ഇതൊരു സെക്കൻഡ് വേരിയൻ്റാണ്, അതായത് VXI വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. VXI വേരിയൻറ്റ് വരുമ്പോഴത്തേനും ഇതിന് ഫോഗ് ലാമ്പ് വരാറില്ല. ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. അതായത് ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ എനിക്ക് അവർ ഓഫറിൽ തന്നതാണ് ഈ ഒരു ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ബാക്കിൽ ഒരു സ്പോയിലർ ഇരിപ്പുണ്ട്. ഇത് രണ്ടും എനിക്ക് ഓഫറിൽ തന്നതാണ്. ബാക്കി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് സാധാരണ ഹാലജൻ ലൈറ്റാണ്. ആ ഒരു സംഭവം ഞാൻ മാറ്റിയിട്ട് ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനൽ മോഡൽ ഹെഡ്ലൈറ്റ് തന്നെ വരുത്തിച്ചാണ്. കാരണം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റിനകത്ത് ഈ ഒരു ഒറിജിനൽ മോഡലല്ല. കാരണം അതിനകത്ത് ചിലതിന് ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും DRL ഇവിടെ നിന്നും ഇങ്ങനെയുള്ള DRLും അതുകൂടാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 4 LED പോയിന്റ് ലൈറ്റ് പോലത്തെ ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ ഇവിടെ കിട്ടുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റിനകത്ത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഹെഡ്ലൈറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒറിജിനൽ മോഡൽ ഹെഡ്ലൈറ്റാണ് ഞാൻ വർത്തിച്ചത്. അത് ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കണാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഏതൊരു വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരാൾക്കും അവരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരിച്ചിരി യുണീക്കായിട്ട് നിൽക്കണം എന്നുള്ളത് ഒരു ഇഷ്ടം തന്നെയുള്ളൊരു കാര്യമായിരിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് കയ്യിൽ അധികം ഫണ്ടൊന്നുമില്ല, ഭയങ്കര ഹെവി ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് നിർത്താനായിട്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് വണ്ടിയെ ഭംഗിയാക്കി നിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 2 സ്ട്രൈപ്പ് കൊടുത്തേക്കുന്നതും അതുപോലെ തന്നെ താഴെ കൊടുത്തേക്കുന്ന ആ ഒരു സമുറൈയുടെ ആ ഒരു സാധനം കൊടുത്തേക്കുന്നത്. അത് റബ്ബർ ബീഡിങ് ആണ്, ശരിക്കും അത് ഒരുപാടാണ്. കാരണം എവിടെയെങ്കിലും ചെന്ന് കയറുമ്പോഴത്തേനും വല്ല തട്ടയോ വരച്ചിലോ പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ആ ഒരു റബ്ബർ ബീഡിങ്ങിലെ വരച്ചിൽ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ബമ്പറിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് വെച്ചേക്കുന്നതാണ്. പക്ഷെ അത് വെച്ചപ്പോൾ ഇത്തിരി കൂടി ഭംഗിയാക്കി ഞാൻ സെറ്റ് ചെയ്തതിനാണ്. അപ്പോൾ അതിനകത്തൊരു പേരും കൂടി കൊടുത്തപ്പോഴത്തേനും കുറച്ച് അങ്ങോട്ട് ഒരു ഭംഗിയായിട്ട് നിന്നു വണ്ടി. അതിന് വേണ്ടിയിട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 കാര്യമാണ്. അതായത് ഒരു സ്ട്രൈപ്പ് 2 അല്ല 3 കാര്യങ്ങൾ. അതായത് ആ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴത്തായിട്ടൊരു ബമ്പർ ലിപ്പും വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഞാൻ മൊത്തത്തിൽ മാറ്റിയിട്ട് അതായത് ടോപ്പിൻ്റെ മോഡൽ ഹെഡ്ലൈറ്റാണ് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ദൂരെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വണ്ടി ശരിക്കും ഒരു ടോപ്പിൻ്റെ മോഡലിൽ സ്വിഫ്റ്റ് കിടക്കുന്ന ആ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കണം. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് വരാൻ നേരത്ത് സൈഡ് പ്രൊഫൈലിനകത്ത് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ചേരേണ്ടതെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. 2 പേര് അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ചെയ്തേക്കുന്നത് ടയറും അലോയ്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ സൈഡിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ ടയർ ഈ അലോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവം മെയിനായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വണ്ടി എടുത്താലും അതായത് ഒരു നല്ലൊരു കാർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു ടയർ ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ലുക്ക് ശരിക്കും പുറത്തെടുത്ത് കാണിക്കുന്നു പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് തന്നെ ഞാൻ എന്തായാലും അതിലൊരു കുറവ് വരുത്തിയിട്ടില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു ടയർ, നല്ലൊരു ഭംഗിയുള്ളൊരു അലോയ്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഈ ഒരു അലോയുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോയത് അലോയ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അലോയ്സ് നോക്കാനുള്ള ഒരു നല്ലൊരു അക്സറീസ് കടയിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത് സൂപ്പർ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നിട്ടാണ് ഈ ഒരു സാധനം കിട്ടുന്നത് തന്നെ. ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേനും ഈ ഒരു അലോയ്സ് ഒരൊറ്റ പീസേ ഉള്ളൂ അവിടെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞത് ഈ ഒരു അലോയ്സ് ഇത് എപ്പോഴും അങ്ങനെ അവർക്കും കിട്ടാറില്ല. കാരണം സ്റ്റോക്ക് എടുക്കുന്ന ടൈമിലാണെങ്കിലും വല്ലപ്പോഴും മാത്രം കയറി വരുന്ന ഒരു സാധനം, അതായത് വല്ലപ്പോഴും മാത്രം കയറി വരുന്ന ഒരു റെയർ പീസ് ഐറ്റമാണ് ഈ ഒരു അലോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഞാൻ അവിടെ കണ്ടത് ആ കടയിൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഈ ഒരു അലോയ് അല്ലാതെ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ അഡ്വാൻസും കൊടുത്ത് ബുക്ക് വെച്ചിട്ട് വണ്ടി എടുത്ത പിറ്റേ ദിവസം തന്നെ പോയി മേടിച്ചിട്ട് ഒരു അലോയ് സാധനം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഈ അലോയിനെ പറ്റി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേനും ഇത് ഞാൻ ഇത്ര നാളായിട്ട് ഇപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ 5 വർഷമായി. ഞാൻ ഈ 5 വർഷത്തിനിടയിൽ ഈ ഒരു അലോയ്സ് ഞാൻ കണ്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-15 വണ്ടികളുടെ ഇടയിൽ അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ ആകെപ്പാടെ. അതിൽ പറഞ്ഞാൽ ദുൽഖറിൻ്റെ കയ്യിലുണ്ട്, അത് വേറെ കാര്യം. അലോയ്സ് അവർക്കാണേലും ഇത് സ്റ്റോക്ക് എടുക്കുന്ന ടൈമിൽ കിട്ടലുമില്ല, അവർ കുറേയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇത് വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നതിൽ കുറേ നാളുകൾക്ക് മുന്നേ വന്നതിൽ ഒരെണ്ണം ലാസ്റ്റത്തെ ഒരു പീസാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഞാനാണെങ്കിലും ആ കടകളിൽ നോക്കിയപ്പോഴത്തേനും എനിക്കും ഇഷ്ടപ്പെട്ടതിൽ ഈ ഒരു പാറ്റേൺ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ഒരു അലോയ്സ് എനിക്ക് അന്നേരം കണ്ണിൽ പെടണില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ ഈ ഒരു സാധനം അപ്പം തന്നെ നേരെ അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. വണ്ടി എടുത്തു, നേരെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു സാധനം കൊണ്ട് ഞാൻ ഇടുകയും ചെയ്തു. പിന്നെ ഈ ഒരു അലോയ് വരുന്നത് 2 സൈസിലായിട്ടാണ് ഇതിൻ്റെ അലോയ്സ്. ഓൾറെഡി അതിൻ്റെ കമ്പനി അങ്ങനെയാണ് കൊടുക്കുന്നത് തന്നെ. അതായത് ഫ്രണ്ടിൽ വരുന്നത് 7.5J ബാക്കിൽ വരുന്നത് 9J ആയിട്ടാണ് ഇതിൻ്റെ അലോയ്സ്. ഓൾറെഡി ആ കമ്പനി ഇറക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ്റെനൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്ത് കിട്ടിയിട്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിലെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ ലുക്ക് ബാക്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോയിലർ, അതുപോലെ തന്നെ ഡിഫോഗർ, വൈപ്പർ, ഈ ഒരു 3 കാര്യങ്ങളാണ്. അതിൽ സ്പോയിലർ നമ്മുടെ വണ്ടിക്കുണ്ട്. പിന്നെ ഉള്ളത് ഇല്ലാത്തതായിട്ടുള്ളത് ഡിഫോഗറും വൈപ്പറുമാണ്. പിന്നെ വൈപ്പറിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ ആഗ്രഹം പറയാറില്ല, കാരണം എനിക്കെപ്പോഴും വണ്ടിയുടെ ബാക്ക് ഈ ഒരു ഫുൾ ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ആ വൈപ്പറിൻ്റെ കാര്യത്തിൽ കാര്യമാക്കിയിട്ടില്ല. ഇൻറ്റീരിയറിലുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് വണ്ടി ആകെപ്പാടെ മൊത്തം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസത്തെ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ആകെ ഫുൾ ഫുൾ ചെളിയാണ് വണ്ടി മൊത്തത്തിൽ. ഇന്ന് എനിക്കൊന്ന് കഴുകണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴുകാനുള്ളൊരു ടൈമും ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റീരിയർ ഒന്ന് കണ്ടു കളയാം. അതായത് ഉള്ളിലേക്ക് ഞാൻ വേറെ സെറ്റ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നേക്കുന്ന ഈ ഒരു, അതായത് ഒരു VXi വേരിയൻ്റിനകത്ത് വരുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്നത് സാധാരണ ടൈപ്പ് ഒരു മ്യൂസിക് പ്ലെയറാണ് വരുന്നത്. ആ ഒരു സംഭവം മാറ്റിയിട്ട് ഒരു ഫുൾ ഓപ്ഷന് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇതിനകത്തൊരു 10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC എല്ലാം നോർമൽ ടൈപ്പ് AC ആണ്, വേറെ ഓട്ടോമാറ്റിക് ഒന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ ഈ മ്യൂസിക് പ്ലെയറിൻ്റെ ഇതിൽ ഒരു GPS-ൻ്റെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്താ, നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ച് കാറുകളും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോട്ട് വീൽസിൻ്റെ. ഇതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ഈ ഒരു വണ്ടിയെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അതിന് മാത്രം മതി, വേറെ ഏതൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ഒരു വണ്ടീനെ എല്ലാവരും എന്നോടൊന്ന് ചോദിക്കാറുണ്ട്. എന്താണ് അതിന് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്നുള്ളത്, ഇതിനകത്ത് ഞാൻ പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടി അത്യാവശ്യം ഒരു സ്ലോയിൽ ഇങ്ങനെ ഒരു വൈബൊക്കെ അനുസരിച്ച് പോകുമ്പോഴത്തേനും നല്ലൊരു നല്ലൊരു ഫ്രീ മൈൻഡഡ് ആയിട്ട് ഓടിക്കുമ്പോൾ ഒരു കൈയൊക്കെ സൈഡിലൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റിയ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റ് എന്തായാലും വേണം. അതിന് വേണ്ടിയിട്ടായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയാനാണെങ്കിലും VXi വേരിയൻ്റ് വരെ ഇതിൻ്റെ ആ ഒരു നടുക്കത്തെ ഇത് ചെറിയൊരു ഡിസ്പ്ലേ മാത്രമായിരിക്കും. പക്ഷേ അതൊരു ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേനും അത് ഫുൾ TFTയുടെ ആ ഒരു സെറ്റായിരിക്കും ആ നടുക്ക് വരുന്നത്. അതെന്തായാലും ഈ ഒരു മോഡൽ കിട്ടുകയില്ല. നമ്മളെ കൊണ്ട് ഈ ഒരു സാധനം മീറ്റർ കൺസോൾ അങ്ങനെ തന്നെ മാറ്റിയ ഒരു ടോപ്പ് എൻഡിൻ്റെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യം അല്ലാത്തതുകൊണ്ട് ഞാനതങ്ങോട്ട് വിട്ട്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേനും ഇവിടെയും എന്താണ് ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ സീറ്റിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് അല്ല VXi വേരിയൻ്റ് വരെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും മാറ്റി സ്പ്ലിറ്റ് സീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ചിലവുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിനെയൊന്നും അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ കാര്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ഇതാണ്. ഇനി മെയിനായിട്ടുള്ള ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു അലോയ്സ്, അതായത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ഒരു പാലാരിവട്ടം എടപ്പള്ളി സൈഡിലായിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബ്രദറാണ് പറഞ്ഞത് ഈ ഒരു വണ്ടിയുടെ അലോയ്സിൽ ഈ ഒരു സാധനം കാണാനില്ല എന്നുള്ളത്. കാരണം ഏതോ ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഒരു സാധനം. അവൻ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോയ്സിൻ്റെ ഈ ഒരു നെറ്റ് മാത്രം അവൻ തിരിച്ച് പൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് മാത്രമായിട്ട് അവൻ എടുത്തുകൊണ്ട് പോയി. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലോയ്സിന് ഇങ്ങനത്തെ ഈ ഒരു സാധനം മാത്രമായിട്ട് മേടിക്കാനും കിട്ടത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു അലോയ്സിൻ്റെ ആ ഒരു ലുക്ക് മൊത്തത്തിൽ പോയി കിടക്കുന്നു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ടയർ കാണുന്ന പോലെയല്ല ഫ്രണ്ടിലെ ടയർ കാണുന്നത്. അതിനകത്ത് ആ ഒരു ഭംഗി അങ്ങോട്ട് ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. എന്തായാലും അത് എടുത്തിട്ട് പോയാൻ ഈ ഒരു സാധനം കൊണ്ടിട്ട് അവൻ ഗതി പിടിക്കുമെങ്കിലോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൻ രക്ഷപ്പെടട്ടെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലോ.
അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു സാധനം ആയിട്ട് നിങ്ങളുടെ പരിചയത്തിൽ, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ പരിചയത്തിൽ ഈ ഒരു സാധനം വേറെ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്നോ, അല്ലെങ്കിൽ ഇതിന് പകരം വേറെ എന്തെങ്കിലും ആയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോയെന്നോ, എന്തെങ്കിലും വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയുക. അതിലേതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ തിരുത്തിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ഒരു ലുക്കിൽ എനിക്കിതൊരു തൃപ്തി കുറവ് തന്നെയാണ്. കാരണം ഫ്രണ്ടിലൊരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ബാക്കിലത്തെയും അതുപോലെ തന്നെ അപ്പുറ സൈഡിലത്തെ 2 സെൻറ്റർ ക്യാപ്പും മാറ്റുക എന്നുള്ളതാണ്. അത് ഞാൻ അന്വേഷിച്ച് വെച്ചിട്ട് ഈ ഒരു സാധനം കിട്ടണില്ല. ഇനി നിങ്ങളുടെ വല്ല പരിചയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക, എങ്കിലേ എനിക്ക് ആ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫുൾ ഫിനിഷിങ്ങിൽ കാണാൻ തന്നെയാണ് ഈ ഒരു അലോയിനെ എനിക്കിഷ്ടം. അതുകൊണ്ട് പറയാനാണ്, നിങ്ങളുടെ വല്ല പരിചയത്തിൽ എന്തെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു സാധനം കിട്ടാൻ വല്ല വഴിയോ, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ഏതാണ് നല്ലത് നോക്കിയിട്ട് അത് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ എന്തായാലും വേറെ ഇതിനകത്ത് ഒരു സംഭവം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു സെൻറ്റർ സ്കേർട്ട് ആയിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഒരു സെൻറ്റർ സ്കേർട്ട് മാത്രം, അതായത് ഫ്രണ്ടിലും ബാക്കിലൊന്നും വേറെ സ്കേർട്ടിംഗ് ഒന്നുമില്ല, സെൻറ്റർ സ്കേർട്ട് മാത്രമായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യാനും എനിക്ക് മൈൻഡിലൊരു പ്ലാനിങ് ഉണ്ട്. നടുവശം ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു ഇത്തിരി കൂടി നല്ലൊരു ഭംഗിയിൽ എന്തെങ്കിലും ഒരു സ്കേർട്ട് അവിടെ നല്ലൊരു ഡിസൈനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഭംഗിയിലുള്ള ഒരു ഡിസൈൻ സെറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനും കൂടി കൂട്ടിയിട്ടായിട്ട് നിങ്ങളുടെ ഒരു ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അതായത് ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ നോക്കി നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടയറിൻ്റെ അലോയ്സിൻ്റെ കാര്യത്തിലായിരുന്നു. ഇതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ എനിക്കിതിൻ്റെ അലോയ്സിൻ്റെ കാര്യം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ അടുത്തടുത്ത വീഡിയോസുകളായിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.